Hi everyone, welcome back to my YouTube channel Accounting Lesson. My name is Shyam Kumar. കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ബേസ് ചെയ്തുകൊണ്ട് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിൽ നമ്മൾ ഏകദേശം അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ദെൻ എക്കണോമിക്സ്, ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്കണോമിക്സ് പാർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എക്കണോമിക്സ്. +1 കോമേഴ്സിന്റെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടായിരിക്കണം. നമുക്ക് ഏകദേശം ഒരു 9ഓളം ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കേണ്ടി വരിക. പക്ഷേ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഇതെല്ലാം വെട്ടിച്ചിരിക്കൊണ്ട് നമുക്ക് ഏകദേശം ഒരു 5 ചാപ്റ്ററിലാണ് ഒതുക്കിയിരിക്കുന്നത്. ഈ 5 ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ട് വരുന്നു. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് കളക്ഷൻ ഓഫ് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഡേറ്റകൾ ഏത് രീതിയിൽ കളക്ട് ചെയ്യും, ആ ഒരു ചാപ്റ്ററിനെ ഡിസ്കസ് ചെയ്യാനുണ്ട്. തേർഡ് മൊഡ്യൂളായിട്ട് അല്ലെങ്കിൽ തേർഡ് ചാപ്റ്റർ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റ. ദാറ്റ് ഈസ് ഈ കളക്ടഡ് ഡേറ്റ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിന്റെ രീതിയിൽ അതിന്റെ സിമിലാരിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സൈസ് അനുസരിച്ച് നമ്മൾ ഇതിന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഡർ ചെയ്യുന്നതിന് നമ്മൾ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു പാർട്ടുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ മൊഡ്യൂളുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ നാലാമത് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ദാറ്റ് ഈസ് ഈ കളക്ടഡ് ഡേറ്റ, ദാറ്റ് ഈസ് ഓർഗനൈസ് ചെയ്ത ഡേറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ആവശ്യമുള്ള വ്യക്തികൾക്ക് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും, ഈ പ്രസന്റ് ചെയ്യുന്ന വേ ഏതെല്ലാമാണെന്നാണ് നമുക്ക് ആ ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ട് വരിക. അതിനുശേഷം 5, 6, 7, 8 ഈ 4 ചാപ്റ്ററുകൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നില്ല. ലാസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഏതെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ഏത് രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക, ഇതിനെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ബേസിക്കലി ഒരു 5 ചാപ്റ്ററിനെ കുറിച്ചാണ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരിക. അപ്പൊ ഞാൻ ഇപ്പൊ ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ഏകദേശം 11ഓളം ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. ഇതിൽ 2-3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്തത് കൊണ്ട് ചാപ്റ്ററിന്റെ ടൈറ്റിൽ മാറി അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ നമ്പർ മാറിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ ചാപ്റ്റർ 9 ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ചാപ്റ്റർ 10 ആയിട്ടായിരിക്കും നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട. ഞാൻ പല വീഡിയോസിനും കമന്റുകൾ വരുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തത്, കറക്റ്റ് ഓർഡർ ഞാൻ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഞാൻ ഇവിടെ എഴുതേണ്ടത് 5 എന്ന് എഴുതുന്നതിന് പറയാൻ 9 തന്നെ ഇടാൻ കാരണം നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്റർ 9 ആണ് നമുക്ക് എന്താണ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു മൊഡ്യൂൾ ഞാൻ ഇവിടെ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, ദാറ്റ് ഈസ് ആ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിലെ മൊഡ്യൂളുകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ കണ്ടന്റുകൾ ഏതെല്ലാമാണ്. ഏകദേശം ഒരു 5 കണ്ടന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്പർ 1, വൈ എക്കണോമിക്സ്. എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്കണോമിക്സ് എന്നുള്ളൊരു വേർഡ് അല്ലെങ്കിൽ എക്കണോമിക്സ് എന്താണെന്ന് ഒരു ഐഡിയ, നമുക്ക് ഗ്ലോബൽ ഐഡിയ നമുക്ക് നേടണം. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്കണോമിക്സ് പാർട്ടിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ കാരണം, അതിനെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും നേടിയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് അല്ലെങ്കിൽ വാട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതാണ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളായിട്ട് പഠിക്കുന്നത്. ദെൻ ലാസ്റ്റ് മൊഡ്യൂളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ കൺക്ലൂഷൻ പാർട്ടാണ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ കാരണം, അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ റിലവൻസുകൾ എന്തെല്ലാമാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം. സോ ആദ്യം നമുക്ക് എന്താണ് എക്കണോമിക്സ് അല്ലെങ്കിൽ വൈ എക്കണോമിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കണം. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പഠിക്കുന്നത് തന്നെ എക്കണോമിക്സിനെ കുറിച്ചാണ് അല്ലെ. ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഏകദേശം നല്ലൊരു വൈഡ് ഏരിയയാണ് നമ്മൾ അവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റഡി ഓഫ് ഓർഡിനറി ലൈഫ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതായത് സ്റ്റഡി ഓഫ് മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫ് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ഈ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ആൽഫ്രഡ് മാർഷൽ, ഒരു എക്കണോമിസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത് എ മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫിനെയാണ് നമ്മളിവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. എന്താണ് മാൻ ഇൻ ദ ഓർഡിനറി ലൈഫ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളെയാണ് നമ്മളിവിടെ ആ ഒരു കുറെ കാര്യങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ പോരായ്മകൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്കണോമിക്സ് എന്നാണ് പറയുന്നതെന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഓർഡിനറി ബിസിനസ് ലൈഫ് ഇൻക്ലൂഡ്. ഈ ഓർഡിനറി ബിസിനസ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ പറയുന്നത് ബിഹേവിയർ ഓഫ് സെല്ലാർ. ദാറ്റ് ഈസ് എന്ത് ചെയ്യുന്ന ഒരു കച്ചവടക്കാരന്റെ കുറച്ച് കാര്യങ്ങൾ. ഒരു സാധനം ആൾക്കാർക്ക് വിൽക്കുമ്പോൾ ആ വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ദെൻ കൺസ്യൂമർ, ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് ഏൺ ചെയ്യുന്നത് അല്ലെങ്കിൽ നേടിയെടുക്കുന്ന വ്യക്തിയുടെ ക്യാരക്ടർ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ മാറ്റങ്ങൾ, ആ വ്യക്തി എന്തൊക്കെ ചിന്തിക്കും, ഇതിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. ദെൻ പ്രൊഡ്യൂസർ, ആരാണ് ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തികൾ, അവരുടെ തിങ്കിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു ഓവറോൾ സ്റ്റഡി വേണം. ആൻഡ് സർവീസസ് പ്രൊവൈഡർ, ഇതിനു വേണ്ടി സപ്പോർട്ടിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തെല്ലാമാണ്. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിന്റെ പെർഫോമൻസ്, ഒരു ലൈഫുമായി ബന്ധപ്പെട്ട് ഒരു ഓർഡിനറി മാന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നു. ആ വ്യക്തിയുടെ എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ ആക്ടിവിറ്റികളെ കുറിച്ച് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയും ആ വ്യക്തിക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്, ആ ഒരു സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തുന്നതിനെയാണ് നമ്മളുടെ ഓർഡിനറി ബിസിനസ് ലൈഫ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു ഓർഡിനറി ബിസിനസ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്നതാണ് എക്കണോമിക്സ് എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ആൽഫ്രഡ് മാർഷലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വൈ എക്കണോമിക്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ എക്കണോമിക്സ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് പഠിക്കാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ എക്കണോമിക്സ് ജനറേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണം. എന്താണ്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഓരോ വ്യക്തികളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് വീണ്ടും വീണ്ടും നേടണം എന്നുള്ളൊരു തിങ്കിങ് ഉള്ള ഒരു മാമൽസ് ആണ് ഈ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത്. സോ ബട്ട് ദ റിസോഴ്സസ് ആർ സ്കേഴ്സ് ഓർ ലിമിറ്റഡ്. പക്ഷെ ഈ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അവിടെ റിസോഴ്സസുകൾ വളരെ കുറവാണ്. ഈ റിസോഴ്സസുകൾ കുറവ് മാത്രമല്ല, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്. ഈ റിസോഴ്സസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് റിസോഴ്സസുകൾ കുറവാണ്, ഈ റിസോഴ്സസുകൾ മറ്റുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അത്തരം രീതിയിൽ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പ്രോബ്ലം എറൈസ് ചെയ്യുന്നു. എന്ത് പ്രോബ്ലം എറൈസ് ചെയ്യുന്നു? അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ എന്താണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഇതേ മെറ്റീരിയൽ കൊണ്ട് അല്ലെങ്കിൽ ഇതേ ഐറ്റങ്ങൾ കൊണ്ട് നമുക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ നമുക്ക് ചോയ്സ് കണ്ടെത്തണം. ഇനി ഇത് വേണോ, എക്സ് പ്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഒയ് പ്രൊഡ്യൂസ് ചെയ്യണോ, ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു തിങ്കിങ് അവിടെ വരുന്നു. ഇങ്ങനെ അതിന്റെ പ്രോബ്ലം റൈസ് ചെയ്യുന്നു. സോ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് നമുക്ക്? സോ എക്കണോമിക്സ് ദ സ്റ്റഡി ഹൗ ടു സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസ്. നമുക്ക് ഓൾട്ടർനേറ്റീവ് യൂസ് ആയിട്ടുള്ള റിസോഴ്സുകൾ, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ വാണ്ട്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ആ ഒരു പറ്റുന്ന അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മളിവിടെ എക്കണോമിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇത് ആൽഫ്രഡ് മാർഷലിന്റെ ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ബേസിക്കലി നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റികൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി പറഞ്ഞ ഹ്യൂമൻ ഓർഡിനറി മാൻ ഇൻ ദ ഓർഡിനറി ബിസിനസ് ലൈഫിൽ പറഞ്ഞത് തന്നെയാണ് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു 3 ആക്ടിവിറ്റികളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മളിവിടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് എക്കണോമിക്സ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത് എന്നാണ് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലം ഏത് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ടൂൾസുകൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഏതെല്ലാം ടൂൾസുകളാണ് നമുക്ക് എക്കണോമിക് സ്റ്റഡിയെ കുറിച്ച് പഠിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസുകൾ ഏതെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കണം. അതിൽ പല പല ടൂളുകളുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടൂളിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്താണ്?
സ്റ്റാറ്റിസ്റ്റിക്സ്. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എക്കണോമിക് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ എക്കണോമിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസിനെ അല്ലെങ്കിൽ റിസോഴ്സസുകളെ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ട് റിസോഴ്സുകളെ ഏത് രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം, ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വൺ ഓഫ് ദ ടൂൾ ആണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ഇവിടെ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വരുന്നു. ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇവിടെ പല രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പല രീതിയിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ബേസിക്കലി രണ്ട് രീതിയിലാണ് നമ്മൾ പറയുന്നത്. സിംഗുലർ സെൻസിലും നമ്മൾ പറയുന്നു, അതുപോലെ തന്നെ പ്ലൂറൽ സെൻസിലും പറയുന്നു. എന്താണ് സിംഗുലർ സെൻസിൽ മീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പ്ലൂറൽ സെൻസിൽ മീൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാറ്റിസ്റ്റിക്സ് മീൻസ് ഡിഫറെന്റ് മെത്തേഡ് യൂസ്ഡ് ഫോർ കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡേറ്റ. ഡേറ്റകളെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തു അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എന്നാൽ പ്ലൂറൽ സെൻസിൽ എന്താണ് മീൻ ചെയ്യുന്നത്? ദ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഓർ ഡേറ്റ, ദാറ്റ് ഈസ് ദ കളക്ടഡ് ഡേറ്റ എന്ന് പറയുന്നത് ഇത് ഗ്രൂപ്പാണ്. ഒരു ഗ്രൂപ്പായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളക്ട് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നതിനെ പോലെ ഒരു ഗ്രൂപ്പായിട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പ്ലൂറൽ സെൻസ് നമ്മൾ അറിയപ്പെടുന്നത്. സോ പ്ലൂറൽ സെൻസും സിംഗുലർ സെൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡേറ്റയാണ് അല്ലെ. ഡേറ്റ സിംഗുലർ ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡേറ്റകളെ എന്ത് ചെയ്യണം, സിംഗിൾ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. സോ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ എക്കണോമിക് ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്നത്? ബേസിക്കലി നമ്മളിവിടെ എക്കണോമിക് ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമ്പർ 1 ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, നമ്പർ 2 ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ദാറ്റ് ഈസ് ആ ഒരു വേർഡ് പറയുന്നത് പോലെ തന്നെയാണ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, എന്താണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് അളന്നു നോക്കാൻ പറ്റും, നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റും, ഇത്രയാണ് ഉള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, പ്രൈസ്, ടാക്സ്, ഇതൊക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഏതെല്ലാമാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് മീൻ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് മീൻസ് എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ ബേസ്ഡ് ഓൺ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തുകൊണ്ട് ഡേറ്റകൾ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. എക്സാമ്പിൾസ് ആയിട്ട് എന്ന് പറയുന്നത് ഹോണസ്റ്റി, ഇന്റലിജൻസ്, ആറ്റിറ്റ്യൂഡ്, ബ്യൂട്ടി എക്സെട്ര. ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്? ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. ഇങ്ങനെ ബേസിക്കലി നമുക്ക് എക്കണോമിക് ഡേറ്റയെ രണ്ട് രീതിയിലാണ് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്പർ 1 ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് നമ്പർ 2 ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ഈ രണ്ട് രീതിയിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെല്ലാം രീതിയിലാണ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക് ടൂൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എക്കണോമിക് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പോർട്ടൻസുകൾ എന്തെല്ലാമാണെന്നാണ് നമുക്ക് അടുത്ത് നോക്കി കാണേണ്ടത്. ഏകദേശം ഞാനൊരു 8ഓളം പോയിന്റുകൾ പറയുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് ഇവിടെ പറയുന്നത് it is help to present the economic facts in a precious and defined form. അതായത് നമുക്ക് വ്യക്തമായി ക്ലാരിറ്റിയോട് കൂടി പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ഡേറ്റകളെ നമുക്ക് ഇന്നത് ആണെന്ന് പ്രസന്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ടൂൾ നമ്മൾക്ക് വളരെയേറെ സഹായിക്കുന്നു. ദെൻ രണ്ടാമത്തെ പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ കൺസൈനിങ് ദ മാസ് ഡേറ്റ ഇൻ ടു സിംഗിൾ ഫിഗേഴ്സ്. അതായത് ഒരു സിംഗിൾ ഫിഗറിനെ വെച്ചുകൊണ്ട് നമുക്ക് മാസ്സായിട്ടുള്ള ഡേറ്റകളുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എടുക്കാൻ പറ്റും. അതായത് നമുക്ക് അതിനെക്കുറിച്ച് ഒരു നോളജ് കിട്ടും. ഈ ഒരു ഫിഗർ ഇതാണ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഈ ഫിഗർ ആണ് മീൻ ചെയ്യുന്നത് എന്നുള്ളൊരു പ്രസന്റേഷൻ അല്ലെങ്കിൽ എന്നുള്ളൊരു മാസ് ആയിട്ടുള്ള ഡേറ്റയെ കുറിച്ച് ഒരു സിംഗിൾ യൂണിറ്റിലോട്ട് നമുക്ക് എത്തിപ്പെടുത്താനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നു. മറ്റൊരു രീതി പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് എക്കണോമിക് പ്രോബ്ലംസ്. ഒരു എക്കണോമിയുടെ പ്രോബ്ലംസ് എന്താണെന്ന് വിശകലനം ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക് ടൂൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. മറ്റൊരു പോയിന്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ കോസസ് ഓഫ് എക്കണോമിക് പ്രോബ്ലം. ഒരു എക്കണോമിക് പ്രോബ്ലം എറൈസ് ചെയ്യാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, ആ റീസൺ എന്തെല്ലാം കൊണ്ടാണ് എറൈസ് ചെയ്യുന്നത്, ഇതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടാനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? ഫോർമുലേറ്റ് സ്യൂട്ടബിൾ എക്കണോമിക് പോളിസീസ്. ഈ പ്രോബ്ലംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്കണോമിക് പോളിസികൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടൂൾ നമ്മളെ സഹായിക്കുന്നു. മറ്റൊരു ഇമ്പോർട്ടന്റ് വൺ എന്ന് പറയുന്നത് ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല രീതിയിലുള്ള എക്കണോമിക് ഫാക്ടേഴ്സുകളെ കുറിച്ച് അവ തമ്മിലൊരു റിലേഷൻഷിപ്പിലൂടെ എത്തിപ്പെടാനും നമ്മളെ
ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടൂൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. ഏഴാമത് പറയുന്നത് പ്രഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് ആൻഡ് ചേഞ്ച് ഇൻ എക്കോണമി. ഇൻ ഫ്യൂച്ചറിൽ എന്തുമാത്രം മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ഈ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഉണ്ടാകുക എന്ന് പ്രഡിക്റ്റ് ചെയ്യാനും ഈ ഒരു ടൂൾ നമ്മളെ സഹായിക്കുന്നു, വളരെയധികം സഹായിക്കുന്നു. ദെൻ ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. ഇത് ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി നടത്തുമ്പോൾ കിട്ടുന്ന ഡേറ്റകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലം ഏത് രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു പ്ലാൻസ് അല്ലെങ്കിൽ പോളിസി എടുക്കാനും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടൂൾ നമ്മളെ വളരെയധികം സഹായിക്കുന്നു. സോ ഇതൊക്കെ നമുക്ക് ഈ രീതി അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ നമുക്ക് ഇവിടെ ഡേറ്റകൾ കളക്ട് ചെയ്ത് ഇത് നമുക്ക് ഒരു എക്കണോമിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുണ്ടെങ്കിലും ഈ ഒരു ടൂള് അതിന്റേതായ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറെ പോരായ്മകളുണ്ട്. പരീക്ഷയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ലിമിറ്റേഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്കൊരു 4 ലിമിറ്റേഷൻസ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് സ്റ്റഡി ഇൻഡിവിജ്വൽ ഫാക്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു കാരണവശാലും ഒരു ഇൻഡിവിജ്വൽ ഫാക്ടിനെ കുറിച്ച് ഒരിക്കലും സ്റ്റഡി ചെയ്യാൻ പോകാറില്ല. കാരണം ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിരിക്കും എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമില്ല. ദെൻ സെക്കൻഡ് വൺ, ഇറ്റ് ഡീൽസ് ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡേറ്റയും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ് റദർ ദാൻ ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ദെൻ മൂന്നാമത് ഇവിടെ എന്താ പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഡസ് നോട്ട് ഗിവ് 100% ആക്യുറേറ്റ് റിസൾട്ട്. കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. ഡേറ്റ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു, എററുകൾ സംഭവിക്കാം. അതുകൊണ്ട് ഒരിക്കലും ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 100% ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. നാലാമതോടെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി മിസ്യൂസ്ഡ്. അതായത് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു, അത് കറക്റ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് റിസൾട്ടുകൾ കിട്ടിയാലും അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എക്കണോമിക് ആക്ച്വൽ പ്രോബ്ലം നമുക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെയാണ് നമ്മൾ ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കുന്നത്. സോ ബേസിക്കലി നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റുക, ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തെല്ലാമാണ്, അതിന്റെ ലിമിറ്റേഷൻസ് എന്തെല്ലാമാണെന്നാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ട് വരിക. സോ ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്റർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടി വരും. സോ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ പറയുകയാണ്, ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പല പല സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ് ഇങ്ങനെ പല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചാനലിലൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കാം. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.